നമസ്കാരം. വിജ്ഞാനത്തിന്റെ വീഥികളിലേക്ക്, മായാജാലത്തിന്റെ മനോഹാരിതയിലേക്ക്, ബേബി വിറ്റ ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ സെഗ്മെന്റ് അല്ലേ. ആദ്യം ഇന്ന് തുടങ്ങാൻ പോകുന്ന സെഗ്മെന്റ് പരസ്പരമാണ്. പരസ്പരം എന്ന് പറയുന്ന സെഗ്മെന്റിന് ഒരു സൗന്ദര്യമുണ്ട്. എന്താണ്? നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് മനോഹരമായിട്ട് കൊണ്ടാടുന്ന ഒരു സെഗ്മെൻറ്റാണ് പരസ്പരം. ഞാൻ ഈ ഷെയർ ചെയ്യുക എന്ന വാക്ക് മനഃപൂർവ്വം പറഞ്ഞതാണ്. അതായത് ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾക്കുള്ളതെന്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതാണ് ജീവിതത്തെ ധന്യമാക്കുന്നത്. ഒരു മനോഹരമായ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് മായ എന്ന് പറയുന്നതാണ് കഥാപാത്രം. മായ ഒരു ദിവസം ബോർഡിംഗ് പാസ് കൈപ്പറ്റി എയർപോർട്ടിൽ വിമാനം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അനൗൺസ്മെൻറ്റ് വന്നത്, 1 മണിക്കൂർ കഴിയും വിമാനം വരാൻ എന്നുള്ളത്. മായ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. നേരെ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നൊരു പുസ്തകം വാങ്ങിച്ചു, ഒരു പാക്കറ്റ് കുക്കീസ് വാങ്ങിച്ച് ലൗഞ്ചിൽ പോയിട്ട് അവിടെ ഇരുന്നു. പുസ്തകം വായിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ 3-ാമത്തെ സീറ്റിനകത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. മായ പെട്ടെന്നാണ് കുക്കീസിൻ്റെ കാര്യം ഓർത്തത്. തൊട്ടടുത്ത ചെയറിൽ നിന്ന് കുക്കീസ് ഒരെണ്ണം എടുത്തിട്ട് കടിച്ചു തിന്നു. നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു കുക്കീസ് എടുത്തതിന് ശേഷം അയാളും കടിച്ചു തിന്നു. മായയ്ക്ക് ദേഷ്യം വന്നു. ഇതെന്ത് മോശമാണ്, ഇത് സംസ്കാരമില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്. ഒന്നുകൂടി നോക്കട്ടെ എന്നുള്ള രീതിയിൽ മായ വീണ്ടും അടുത്ത കുക്കീസ് എടുത്തു. കടിച്ചപ്പോൾ ചെറുപ്പക്കാരൻ വീണ്ടും ഒരു കുക്കീസ് കൂടി എടുത്തതിന് ശേഷം അതും കടിച്ചു. മായയ്ക്ക് വല്ലാത്ത കലശലായിട്ടുള്ള ദേഷ്യം വന്നു. അങ്ങനെ കുക്കീസ് ഓരോരുത്തർ എടുത്തെടുത്ത് കുക്കീസ് തീരാറായി. അവസാനം ഒരു കുക്കീസ് ബാക്കിയായി. ആരെടുക്കും എന്നറിയാൻ വേണ്ടി മായ കാത്തിരുന്നു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ സാവധാനം വളരെ കൂളായിട്ടൊരു കുക്കീസ് എടുത്ത് പകുതി പൊട്ടിച്ച് മായയ്ക്ക് വേണമെന്ന് ചോദിച്ചു. മായയ്ക്ക് ദേഷ്യം വന്നു. മായ വേണ്ടാന്ന് പറഞ്ഞു. ചെറുപ്പക്കാരനത് കഴിച്ചു. മായ അമർഷം മുഴുവൻ ഉള്ളിലൊതുക്കി അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം പെട്ടെന്ന് അനൗൺസ്മെൻറ്റ് വന്നു. മായ നേരെ പോയി ഫ്ലൈറ്റിനകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ബാഗ് തുറന്ന് മൊബൈൽ ഫോൺ വെക്കാൻ നോക്കിയ സമയത്ത് മായ വാങ്ങിച്ച കുക്കീസ് അതിനകത്തിരിക്കുന്നുണ്ട്. അപ്പോൾ മായ കഴിച്ച കുക്കീസ് ആരുടെയാ? ആ ചെറുപ്പക്കാരൻ്റേതായിരുന്നു. ആ ചെറുപ്പക്കാരൻ കൊണ്ടുവച്ച കുക്കീസാണ് മായ എടുത്ത് കഴിച്ചത്. മായയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. മായ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചു, തനിക്കുള്ളതെന്തും ഷെയർ ചെയ്യുവാൻ വേണ്ടി പഠിക്കുക, അപ്പോഴാണ് ജീവിതം മനോഹരമാവുന്നത് എന്നുള്ളത്. ആ ചെറുപ്പക്കാരൻ അത്രമാത്രം അപ്രിഷ്യേറ്റ് ചെയ്യണം അല്ലേ. ഒട്ടും യാതൊരു അലോഗ്യവുമില്ലാതെ, യാതൊരു പ്രശ്നവുമില്ലാതെ ആ കുക്കീസ് ഷെയർ ചെയ്യാൻ വേണ്ടി പഠിച്ചു എന്നുള്ളത് ചെറുപ്പക്കാരൻ്റെ മഹത്വമാണ്. ഇതാണ് കഥയിലുള്ളത്. തീർച്ചയായിട്ടും പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. ആദ്യം ഇന്നത്തെ സെഗ്മെൻറ്റ് പരസ്പരം. നാല് എൻവലപ്പുകൾ എൻ്റെ കയ്യിലുണ്ട്. ഓരോ എൻവലപ്പും ഞാൻ ഓരോരുത്തരെ ഏൽപ്പിക്കും, ഓരോ ഗ്രൂപ്പിനെ ഏൽപ്പിക്കും. അതിനകത്ത് 2 പച്ചയും 2 ചുവപ്പും. ആ പച്ച 2-മാണ് മത്സരിക്കേണ്ടത്, ചുവപ്പ് 2-മാണ് മത്സരിക്കേണ്ടത്. ഓരോ എൻവലപ്പിനകത്തും 5 ചോദ്യങ്ങളുണ്ടാവും. അതിനകത്ത് നിന്ന് 3 ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. പരസ്പരം നിങ്ങളാണ് ചോദ്യം ചോദിക്കേണ്ടത്. പച്ചയും പച്ചയും, ചുവപ്പും ചുവപ്പും. സോ ദിസ് ഈസ് യുവേഴ്സ്. ലുന, ദിസ് യുവേഴ്സ്. ഇലക്ട്ര, യുവേഴ്സ്. ആൻഡ് യുവേഴ്സ്. സോ ഓപ്പൺ ഇറ്റ്. തുറക്കാം. ആർക്കൊക്കെ ചുവപ്പ്, ആർക്കൊക്കെ പച്ച? സോ ഇവിടെ ചുവപ്പ്, ലൈറയ്ക്ക് ചുവപ്പ്, ഖെനോപ്പസിന് ചുവപ്പ്, ലൂനയ്ക്ക് പച്ച, ഇലക്ട്രയ്ക്ക് പച്ച. ഓക്കെ, നമുക്ക് ആദ്യം ചുവപ്പും ചുവപ്പും തമ്മിൽ മത്സരിക്കാം. You want to open it? You want to open it? Yes. Then you open it. അങ്ങനെ ധൃതി കൂടരുത്. അവസരം തരാം കേട്ടോ. ഓക്കെ, 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങളിൽ നിന്ന് 3 ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാം. ഖെനോപ്പസ്, യു ആർ റെഡി? ഓക്കെ, തുടങ്ങാം. നമുക്ക് ആദ്യത്തെ ചോദ്യം വായിക്കാം. ഓൺലൈൻ വ്യാപാരത്തിനായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ കറൻസിയെ വിളിക്കുന്ന പേര്? ഓൺലൈൻ വ്യാപാരത്തിനായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ കറൻസിയെ വിളിക്കുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ലൈറയ്ക്ക് ഉത്തരം അറിയാമെങ്കിൽ പറയാം. ബിറ്റ്കോയിൻ. 2 പേരും ഉത്തരം പറഞ്ഞു. ബിറ്റ്കോയിൻ. കറക്റ്റ് ആണല്ലോ? കറക്റ്റ് ആണ്. സോ യു ഗോട്ട് 10 മാർക്സ്. രണ്ടാമത്തെ ചോദ്യം. NRIയുടെ പൂർണ്ണരൂപം? NRIയുടെ പൂർണ്ണരൂപം എന്താണ്? നോൺ റെസിഡന്റ് ഇന്ത്യൻ. നോൺ റെസിഡന്റ് ഇന്ത്യൻ. പെർഫെക്റ്റ് ആണോ? പെർഫെക്റ്റ് ആണ്. നോൺ റെസിഡന്റ് ഇന്ത്യൻ, NRI എന്ന് പറയുന്നത്. സാധാരണ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കാണ് NRIs അല്ലേ. NRIs നമ്മൾ സാധാരണ പറയാറുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ
നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് താമസിക്കുന്ന ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകളാണ് നോൺ റെസിഡന്റ് ഇന്ത്യൻസ്. സോ അടുത്തത്, പാകിസ്ഥാനിൽ ചോലിസ്ഥാൻ എന്നറിയപ്പെടുന്ന മരുഭൂമി ഇന്ത്യയിൽ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. ഏതാണ് ഈ മരുഭൂമി? ഥാർ മരുഭൂമി. പെർഫെക്റ്റ് ആൻസർ ആണ്. പെർഫെക്റ്റ് ആൻസർ ആണ്. സോ ലൈറ, യു ഗോട്ട് 30 മാർക്സ്. വണ്ടർഫുൾ, കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ അടുത്ത ചാൻസ് നിങ്ങൾക്കാണ്. 3 ചോദ്യങ്ങൾ റെഡി ആയി കഴിഞ്ഞു അല്ലേ? 3 ചോദ്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ആ 3 ചോദ്യങ്ങൾ ഓരോ ചോദ്യങ്ങളായിട്ട് നിങ്ങൾ ചോദിക്കാം. ചോദ്യം നമ്പർ 1, ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം. ആദ്യത്തെ ആന്റിബയോട്ടിക് ഔഷധം ഏതാണ്? ആദ്യത്തെ ആന്റിബയോട്ടിക് ഔഷധം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. പെൻസിലിൻ. പെർഫെക്റ്റ് ആണോ? സോ ഇറ്റ്സ് പെർഫെക്റ്റ് ആൻസർ ആണ്, പെൻസിലിൻ. കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം. ഗെയിൽ എന്നതിന്റെ പൂർണ്ണ രൂപം? ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഗെയിൽ. ഓൾറൈറ്റ്, പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറുത്. ഭൂട്ടാൻ. ശരിയാണ്. പെർഫെക്റ്റ് ആൻസർ ആണ്. സമ്പൂർണ്ണ രാജവാഴ്ച ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഭൂട്ടാൻ അല്ലേ? ആ ഇന്ത്യയുടെ ഏറ്റവും അയൽ രാജ്യവുമായിട്ടുള്ള ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. അപ്പോൾ തിരിച്ചടിച്ചു നിങ്ങൾ. ഇനി നിങ്ങൾക്കുള്ള ചാൻസാണ്. പച്ച എൻവലപ്പുകൾ തുറക്കുന്നതിന് മുമ്പ് ഒരു മാജിക് കാണണ്ടേ? മാജിക് കാണണ്ടേ? അതെ, പച്ചയും ചുവപ്പും ചേർന്ന ഒരു മാജിക്കാണ് കാണിക്കാൻ പോകുന്നത്. ആ മാജിക് കാണുന്നതിന് മുമ്പ് എ ലിറ്റിൽ ബ്രേക്ക്. Once again, welcome back, Baby Vita Little Scholar in support with Malarwadi. നമ്മൾ പ്രോമിസ് ചെയ്തിരുന്ന ഒരു കാര്യം എന്താണ്? മാജിക് അല്ലേ? മാജിക് കാണിക്കുക എന്നുള്ളത് പ്രോമിസ് ചെയ്തിരുന്നു. എന്താണ് മാജിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പച്ചയും ചുവപ്പും വെച്ച് കളിക്കുന്നത് പോലെ ഞാനും ഒരു മാജിക് കാണിക്കാൻ പോവുകയാണ്. അതായത് ചോദ്യങ്ങൾ നിങ്ങൾ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇൻവിസിബിൾ ആയിട്ട് പാസ് ചെയ്യുന്നത് പോലെ ഞാൻ ഈ പച്ചയും ചുവപ്പും ഉള്ള 1-2 സാധനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു. ഒരു ട്രാൻസ്പോസിഷൻ്റെ മാജിക്. ഓക്കെ, കൂടുവിറ്റ് കൂടുമാറ്റം, അതാണ് കാണിക്കാൻ പോണത്. കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ 2 സിൽക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ, പച്ച ചുവപ്പ്. ഓക്കെ, പിന്നെ ഉള്ളത് ഒരു ക്രിസ്റ്റൽ ഗ്ലാസ് ട്യൂബ്. കണ്ടല്ലോ, ക്ലിയർ ആണ്. ഇനിയാണ് നമ്മുടെ മാജിക് നടക്കാൻ പോണത്. ഞാൻ ചെയ്യുന്നത്, ഈ ഗ്ലാസിനകത്തേക്ക് ഇത് തുറന്നു കഴിഞ്ഞതിന് ശേഷം 2 സിൽക്കുകൾ ഇതിനകത്തേക്ക് പാസ് ചെയ്യുന്നു. സോ ദി ഫസ്റ്റ് വൺ ഗ്രീൻ. കണ്ടല്ലോ. രണ്ടാമത് ചുവപ്പ്. ഈ ചുവപ്പും ഇതിനകത്തേക്ക് ഇതുപോലെ തന്നെ പാസ് ചെയ്യുന്നു. ഇപ്പം 2 സിൽക്ക് ചുവപ്പും പച്ചയും അതിനകത്ത് ഉണ്ട്. ഞാനത് ഭദ്രമായിട്ട് അടച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു സാധനം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വേറൊരു ഗ്ലാസിൻ്റെ ബോക്സാണ്. കണ്ടല്ലോ, ഇതിനകത്ത് തുറന്നു കഴിഞ്ഞാൽ ഒരു സിൽവർ റോഡ് ഉണ്ട്. പെർഫെക്റ്റ്. ഇപ്പോഴും പച്ചയും ചുവപ്പും സിൽക്കുകൾ ഭദ്രമായി ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഇനിയാണ് നിങ്ങൾ മാജിക് കാണാൻ പോകുന്നത്. സോ ഈ സിൽക്ക് കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇതിനെ മാറ്റുന്നതെന്ന് ശ്രദ്ധിക്കുക. സോ വാച്ച് കെയർഫുള്ളി. നമ്പർ 1, 2 and 3. It's gone. എവിടെ എന്നുള്ളതാണ് ചോദ്യം. ഇതേ സിൽക്ക് തന്നെ ഞാൻ ഇവിടെ വിരിക്കുന്നു. ആൻഡ് വാച്ച് ഇറ്റ്. It's there. First silk, second silk. That's it. അപ്പോൾ പച്ച സിൽക്കായി, ചുവന്ന സിൽക്കായി. പക്ഷേ ചുവന്ന കവർ കഴിഞ്ഞു, ഇനി പച്ച കവറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പച്ച കവറിലേക്ക് പോകണ്ടേ? അപ്പോൾ നമുക്ക് കിടക്കാം അടുത്ത ചോദ്യങ്ങളിലേക്ക്. 2 പച്ച എൻവലപ്പുകൾ തുറക്കാം. ഇലക്ട്രിക്കും ഈ ലൂനയ്ക്കുമാണ് 2 എൻവലപ്പുകൾ കിട്ടിയിട്ടുള്ളത്. ആദ്യം ആര് തുറക്കണമെന്നുള്ളതാണ് സംശയം. സോ ഹിയർ ഇലക്ട്ര, യു ക്യാൻ ഓപ്പൺ ഇറ്റ്. 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങളിൽ നിന്നും 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സോ യു ഗോട്ട് ഇറ്റ്. 3 ചോദ്യങ്ങൾ. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നു. ഇലക്ട്ര, ലൂന റെഡിയായി നിന്നോളൂ. ചോദ്യം ഇതാണ്, ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി ഏതാണ്? പരംവീർ ചക്ര. പരംവീർ ചക്ര. പെർഫെക്റ്റ് ആണോ ആൻസർ? അതെ. അതെ. എന്താണ് പരംവീർ ചക്ര? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി
സൈനിക ബഹുമതിയാണ്. യുദ്ധകാലത്തെ സേവനങ്ങൾക്ക് വീരന്മാരിൽ വീരൻ എന്നുള്ളതാണ്. പരം വീർ ചക്രയാണ്, അതായത് പരമവീരന്മാർക്ക് കൊടുക്കുന്ന ബഹുമതിയാണ്. ഏത് വർഷത്തിലാണ് നിലവിൽ വന്നതെന്ന് അറിയാമോ? 1950 ജനുവരി 26 നിലവിൽ വന്നത്. 1947 ഓഗസ്റ്റ് 15 മുതലുള്ള പ്രാബല്യത്തോട് കൂടിയിട്ടാണ് നിലവിൽ വന്നത് ഈ പരംവീർ ചക്ര എന്ന് പറയുന്ന ഈ വലിയ ബഹുമതി. ഓൾറൈറ്റ്, ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഇലക്ട്രിക് HTML-ന്റെ പൂർണ്ണരൂപം. HTML എന്താണ് അതിന്റെ പൂർണ്ണരൂപം? അറിയില്ല. നിങ്ങൾക്കറിയാമോ HTML എന്താണ്? അറിയില്ല. പിന്നെന്താ ചോദിച്ചത്? നിങ്ങൾക്കറിയാമോ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ലൂനയ്ക്കും മാർക്കില്ല, ഇലക്ട്രിക്കും മാർക്കില്ല. ഓൾറൈറ്റ്, ഓക്കെ. മൂന്നാമത്തെ ചോദ്യം. ആറ്റത്തിലെ ഏതു കണമാണ് ജെയിംസ് ചാഡ്വിക് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത്? ഉത്തരം പറയാം. ന്യൂട്രോൺ. പെർഫെക്റ്റ് ആണോ? അതെ. 1935 ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അതിന് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടുകയും ചെയ്തു, അല്ലേ? ഇനി ചോദ്യം നിങ്ങൾക്കുള്ളതാണ്, ലൂനയ്ക്കുള്ളതാണ്. ലൂന, എൻവലപ്പ് ഓപ്പൺ ചെയ്യാം. 5 ചോദ്യങ്ങൾ അതിനകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കാം. അതിനകത്ത് 3 ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. 3 ചോദ്യങ്ങൾ. റെഡി? ലൂന, ചോദിക്കാം. ആദ്യത്തെ ചോദ്യം. യന്ത്രമനുഷ്യരെ പറ്റി പ്രതിപാദിക്കുന്ന പഠനശാഖയെ വിളിക്കുന്ന പേര്? യന്ത്രമനുഷ്യരെ പറ്റി പ്രതിപാദിക്കുന്ന പഠനശാഖയെ വിളിക്കുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ഇലക്ട്രിയോടുള്ള ചോദ്യം. അറിയില്ല. പറയാം. റോബോട്ടിക്സ്. പെർഫെക്റ്റ് ആൻസർ ആണ്. സോ 5 മാർക്ക് കിട്ടിയത് നിങ്ങൾക്കാണ് 5 മാർക്ക് കിട്ടിയത്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. AIIMS-ന്റെ പൂർണ്ണരൂപം എന്താണ്? AIIMS-ന്റെ പൂർണ്ണരൂപം എന്താണ്? അതും അറിയില്ല. അടുത്ത ദിവസങ്ങളിലൊന്നും പത്രം വായിച്ചില്ലേ? വായിച്ചിരുന്നു. അറിയാമല്ലോ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. എയിംസ് ഇപ്പം അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെടുന്നതാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി വന്നു കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ ഇന്ന് വരെ പത്രങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വാർത്തയാണ് എയിംസിനെ കുറിച്ചുള്ള വാർത്ത. അത് അറിയേണ്ടതായിരുന്നു കേട്ടോ. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം. സിഖുകാരുടെ ആരാധനാലയത്തെ വിളിക്കുന്ന പേര്? ഗുരുദ്വാര. ശരിയാണ്. പെർഫെക്റ്റ് ആൻസർ ആണ്. ഗുരുദ്വാരയാണ് സിഖുകാരുടെ ആരാധനാലയത്തെ വിളിക്കുന്ന പേര്. പരസ്പരം റൗണ്ടിലെ ചോദ്യങ്ങൾ തീർന്നു കഴിഞ്ഞു. ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പായിട്ട് എ ലിറ്റിൽ ബ്രേക്ക്.